ഇട്ട് കുടിക്കാൻ. ഞാൻ ചായ ഇട്ടിട്ടില്ലായിരുന്നു ഇതിലിട്ട്. അങ്ങനെ ഇതേ ചായക്ക് വെള്ളം വെച്ചിട്ട് ഇതേ സാമ്പാർ പൊടിയൊക്കെ കലക്കി സെറ്റാക്കി വെച്ചു. അങ്ങനെ ഇതേ ഏലക്കയൊക്കെ പൊടിച്ച് നല്ലൊരു ചായ കുടിക്കുക. അങ്ങനെ കട്ടനാണ് ഇടുന്നത്, പാൽ ചായ വേണ്ട. പാൽ ചായ ഇവിടെ ഞാനും മിക്കായും അങ്ങനെ കുടിക്കത്തുള്ളൂ. പിള്ളേർ വലുതായിട്ട് കുടിക്കും. പിള്ളേർ പൊതുവേ ചായ കുടിക്കാറില്ല. അങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും എരിവുള്ള കറികളൊക്കെ കൂട്ടുമ്പോഴത്തേക്ക് ഇച്ചിരി കടും ചായ വേണം അവർക്ക്. അല്ലാതെ നിർബന്ധമില്ല ചായക്ക്. ചായ അങ്ങനെ കഴിക്കാറുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് സാമ്പാറിൽ ഞാൻ തക്കാളി ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ തക്കാളിക്ക് പകരം ഞാൻ പുളിയൊക്കെ നല്ല പിഴിഞ്ഞ് നല്ല സെറ്റാക്കി ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ച് അങ്ങ് സെറ്റായി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇഡ്ഡലി വെന്തു. ആദ്യത്തെ ട്രിപ്പ് ഇഡ്ഡലി വെന്തു. അങ്ങനെ രണ്ടാമത്തേക്ക് മാവ് ഒഴിച്ച് അങ്ങനെ സാമ്പാറൊക്കെ നല്ല തിള വന്നു തുടങ്ങി. അപ്പോൾ ഒന്ന് കൂടെ കുറുക്കിയെടുക്കാമെന്ന് കരുതി കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും 7:45 കഴിഞ്ഞു. പിന്നെ ഞാൻ പുറത്തൊന്ന് കതകൊക്കെ തുറന്ന് പുറത്തോട്ടൊക്കെ നോക്കിയപ്പോൾ ആ ചക്ക ഞങ്ങൾക്ക് ഇന്ന് വെട്ടാനുണ്ട്. കാരണം ഇനി വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ എൻ്റെ മധുരമൊക്കെ പോകും. നല്ല വരിക്കച്ചക്കയാണ്, നല്ല മധുരം ഉണ്ടായിരുന്നു ആദ്യത്തത്. അപ്പോൾ അത് നേരത്തെ വെട്ടി വെക്കാമെന്ന് കരുതി. അങ്ങനെ ഇതേ സാമ്പാറിനുള്ളത് കടുകൊക്കെ വറുത്ത് താളിച്ചും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ സാമ്പാർ പരിപാടിയൊക്കെ തീർന്നു. അങ്ങനെ പിള്ളേരിടയ്ക്ക് എഴുന്നേറ്റുമ്പോൾ ഇടയ്ക്ക് ഇളയാണ് മാത്രം എഴുന്നേറ്റ് വന്ന്. അതെല്ലാം അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് വന്നപ്പോഴാണ് മൂത്തയാൾ എന്നിട്ടും കുളിക്കാതെ മാറി കളിച്ചുകൊണ്ടിരിക്കുക. അവൾ ഭയങ്കര മടിച്ചേ പോവുക. അങ്ങനെ പിന്നെ നിൽക്കായി എഴുന്നേറ്റ്, കുഞ്ഞും എഴുന്നേറ്റ്. അങ്ങനെ 2 പേർക്കും ഫുഡൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് മൂത്തവൾ യൂണിഫോം ഇട്ടില്ല, കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് യൂണിഫോം ഇട്ടത്. അങ്ങനെ ഇളയാൾക്ക് മുടിയൊക്കെ കെട്ടി, പിന്നെ മൂത്താൾക്ക് മുടിയൊക്കെ കെട്ടി ഒരുങ്ങി സുന്ദരികളായി ഷോക്സൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ചെറിയ ആളെ ഇടയ്ക്ക് ഞാൻ വിളിക്കുന്നുണ്ട് നോക്കുന്നുണ്ട്. അപ്പം ഇളയൊക്കെ ഭയങ്കര ഉമ്മവരലാണ് എന്നെ കാണുമ്പോഴേ. അങ്ങനെ ഉമ്മയൊക്കെ തന്ന് മൂത്തവൾ ഉമ്മ തന്ന് ഞങ്ങൾ ഇറങ്ങുന്നത് നോക്കി അവിടെ വാതിക്ക് നിന്നപ്പോഴത്തേക്ക് 2 പേരും കുഞ്ഞിന് ഉമ്മ കൊടുത്ത് തീർന്നിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ലേറ്റ് ആയി പോയിക്കോന്ന് പറഞ്ഞിട്ട് ഇത്തിമാരെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം അത്രയുള്ളേ.